കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം നെടുമങ്ങാട് സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. CPIM SDPI രാഷ്ട്രീയ വൈരാഗ്യമാണ് ആംബുലൻസ് അടിച്ചു തകർക്കുന്നതിലേക്കും കത്തിക്കുന്നതിലേക്കും വരെ എത്തിയത്. റോഡിനെ ചൊല്ലിയുള്ള തർക്കം എങ്ങനെ ഒരു നാടിനെ ഭീതിയിലാഴ്ത്തിയ സംഘർഷമായി വളർന്നു? തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ പരിശോധിക്കുന്നു. തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നെടുമങ്ങാട്. വളരെ ശാന്തവും ഭംഗിയുള്ളതുമായ ഒരു നഗരം, ചരിത്ര പ്രാധാന്യവുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടം ഒരു അശാന്തി പടർന്നിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമാണ്. എന്തായാലും ഈ അശാന്തിയുടെ യഥാർത്ഥ കാരണം തേടുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന്. നമ്മളിപ്പോൾ ഉള്ളത് കരകുളത്താണ്. കരകുളത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അതായത് മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡ്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കഴിഞ്ഞ 6 മാസമായി ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോൾ കാണുന്ന ഈ സംഘർഷത്തിലേക്കും മറ്റ് ആംബുലൻസ് കത്തിക്കുന്നതിലേക്കും ആംബുലൻസ് തകർക്കുന്നതിലേക്കും വരെ കാര്യങ്ങളെത്തിയത്. അതിൽ ഒരു ഫ്ലെക്സ് ബോർഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് ഈ ഒക്ടോബർ 3-ാം തീയതി ഒരു ഫ്ലെക്സ് ഈ ജംഗ്ഷനിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് ഈ സംഘർഷങ്ങളിലേക്ക് എത്തിയ ഈ സാഹചര്യം. ഒക്ടോബർ 3-ന് SDPIയുടെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ഫ്ലെക്സ് ബോർഡിലെ പ്രധാന വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: നാടിൻ്റെ വികസനത്തിന് എതിര് നിൽക്കുന്ന കായ്പാടി ജലീൽ, അദ്ദേഹം CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തെ തിരിച്ചറിയുക. അതായത് അദ്ദേഹം ഈ റോഡിൻ്റെ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറോട് 25,000 രൂപ കമ്മീഷൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു SDPIയുടെ പ്രധാന ആരോപണം. ഇത് ഒക്ടോബർ 3-ന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നു. ഒക്ടോബർ 4 തൊട്ടടുത്ത ദിവസം ഏകദേശം 9:45 CPIM പ്രവർത്തകർ എത്തുന്നു. CPIM പ്രവർത്തകർ എത്തി ഈ ഫ്ലെക്സ് ബോർഡ് തകർക്കാൻ ശ്രമിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഒരു സംഘർഷ സാഹചര്യങ്ങൾ ഈ പ്രദേശത്തുണ്ടാകുന്നത്. ആ സംഘർഷം അതോടുകൂടി അവസാനിച്ചെങ്കിലും അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എന്തായാലും ആ റോഡിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഒക്ടോബർ 19, അതായത് ദീപാവലിയുടെ തലേ ദിവസം, അന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നമുണ്ടായി. അതായത് മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ 5-അംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നു SDPI DYFI പ്രത്യക്ഷ സംഘർഷം. മണിക്കൂറുകൾക്കകം അടുത്ത ആക്രമണം. SDPI കരകുളം യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരെയായിരുന്നു ആക്രമണം. കരകുളം യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ഷഹിൻ്റെയും സമദിൻ്റെയും വീടിന് നേരെയായിരുന്നു അക്രമം ഉണ്ടാകുന്നത്. സമദിൻ്റെ വീടിന് മുന്നിലായിരുന്നു ഈ ആംബുലൻസ് നിർത്തിയിട്ടിരുന്നത്. SDPIയുടെ പേരിലുള്ള ആംബുലൻസാണ്. ഈ ആംബുലൻസ് മുഖംമൂടി ധരിച്ച ചിലർ എത്തി പൂർണ്ണമായി അടിച്ചും വെട്ടിയും തകർക്കുന്നു. നിലവിൽ ഈ അക്രമം CPIMൻ്റെ ഗുണ്ടകൾ വളരെ അങ്ങേയറ്റം, അതായത് ഒരു UP മോഡൽ, ഒരു വീടുകളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീട്ടിൽ വന്ന് അക്രമം കാണിക്കുമായിരുന്നു. വളരെ ആയുധങ്ങളുമായിട്ടാണ്. തൊട്ടു പിന്നാലെ രാത്രി 12 മണി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഈ ആംബുലൻസ് കത്തുന്നതാണ് സമീപത്തുള്ളവരും ദൃക്സാക്ഷികളും കണ്ടത്. ആര് കത്തിച്ചെന്ന് അവർ കണ്ടില്ല എന്നുള്ളതാണ് മൊഴി. എന്തിൻ്റെ പേരിലാണെങ്കിലും ആതുര സേവന രംഗത്തെ പ്രാഥമികമായ ജീവൻ രക്ഷാ ഉപായമാണ് ആംബുലൻസുകൾ. അത് തകർത്തുകൊണ്ടും കത്തിച്ചുകൊണ്ടുമുള്ള പകരം വീട്ടൽ അത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളുടെ
അഭയവും അത്താണിയുമായിരുന്ന, അവശ്യ ഘട്ടങ്ങളിൽ സൗജന്യ നിരക്കിലും സൗജന്യമായും സേവനം ചെയ്തിരുന്ന ആംബുലൻസ് ആണ് SDPIയുടെ ക്രിമിനലുകൾ കത്തിച്ചതായ വിവരം പുറത്തുവരുന്നത്. അടുത്തിരുന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു നൈറ്റ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന സ്റ്റാഫുകൾ എല്ലാവരും അവിടെ വന്ന പയ്യന്മാരെല്ലാം ഇവിടെ നമ്മൾ അടുത്ത് കിടന്ന വണ്ടികളെല്ലാം എടുത്ത് മാറ്റി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായി കഴിഞ്ഞു. സ്വാഭാവികമായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരും. പക്ഷേ അത്തരം ആരോപണങ്ങളൊന്നും ഇതുപോലൊരു സംഘർഷത്തിലേക്ക് ഇനി വഴിമാറാൻ പാടില്ല. ഒപ്പം കരകുളത്ത് തുടങ്ങി നെടുമങ്ങാട് എത്തി നിൽക്കുന്ന DYFI SDPI സംഘർഷത്തിന് ഇനി അടുത്തൊരു തലവും ഉണ്ടാകാൻ പാടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് പഠിക്കണം. പുതുതലമുറയെ പഠിപ്പിക്കുകയും വേണം. ക്യാമറാമാൻ സിറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.